അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ തസ്കീർ 4ാമത്തെ പാഠം അദാബുൽ ഖബ്രി ഫി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലെ ഖബർ ശിക്ഷ. ലൈലത്തുൽ ഖദറിനൊക്കെ അല്ലാഹു തആല റഹ്മത്ത് നല്ലോ ഇറങ്ങണ സമയമാണ്. അപ്പോഴും ശിക്ഷ കിട്ടുക അത്ഭുതം തന്നെയല്ലേ. ആ പാഠം നമ്മൾ വായിച്ചു നോക്കുകയാണ്. ഖുറാസ വേറെ കേട്ടോ. അനീനുൻ മുഫ്സിഉൻ വബുകാഉൻ മുസ്ഇജുൻ. ആഹ് ആഹ് ആഹ്. ഭയം ജനിപ്പിക്കുന്ന ഒരു ആർപ്പ് വിളിയും കഠിനമായ കരച്ചിലും. ആഹ് ആഹ് ആഹ്. മിൻ ഐന ഹാദ സൗത്ത്. എവിടെ നിന്നാണ് ഈ ശബ്ദം? ഇസ്തമഅൽ വലദു ഇലൈ ഫഇദാ ഹുവ മിൻ ഖബരിൻ ഖരീബിൻ മിൻഹു. ആ കുട്ടി അത് ശ്രദ്ധിച്ചു കേട്ടു. അപ്പോൾ അത് അവന് അടുത്തുള്ള ഒരു ഖബറിൽ നിന്നായിരുന്നു. കാനൽ വലദു ജാലിസൻ ഇൻദ ഖബരി അബീഹി യഖറഉൽ ഖുർആൻ. ആ കുട്ടി തൻ്റെ പിതാവിൻ്റെ ഖബറിനടുത്ത് ഇരുന്ന് ഖുർആൻ ഓതുകയായിരുന്നു. വകാന ദാലിക മിൻ ആദതിഹി ബിഖബരിഹി. തൻ്റെ പിതാവിൻ്റെ ഖബറിനടുത്ത് അങ്ങനെ ചെയ്യുന്നത് അവൻ്റെ പതിവായിരുന്നു. ഉപ്പാൻ്റെ ഖബറിങ്ങിരുന്ന് കണ്ട് ഖുർആൻ ഓതൽ ഓനൊരു പതിവായിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയാണ് ആ കുട്ടി. ഉപ്പാൻ്റെ ഖബറിങ്ങ് പോകും, ഖുർആൻ ഓതും. അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ലൊരു സുന്നിക്കുട്ടിയാണ്. അത്തൽ യൗം ബഅദ സ്വലാത്തി സുബ്ഹി ബി ഗലസിൽ ലൈൽ. ഇന്ന് അവൻ സുബഹി നിസ്കാരത്തിന് ശേഷം രാത്രിയുടെ ഇരുട്ട് മാറും മുമ്പേ വന്നതായിരുന്നു ഉപ്പാന്റെ ഖബറിലേക്ക് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട്. സമയമേതാണ്, ദിവസമേതാണ്? വശഹുറു ഷഹുറു റമളാൻ വൽ അശ്റു അശ്റുൻ നഖീർ വല്ലൈലത്തു ഹസ്ബ ളന്നിഹി ലൈലത്തുൽ ഖദർ. മാസം റമളാൻ മാസവും 10 ദിവസം, അവസാനത്തെ 10 ദിവസവും ആ രാത്രി അവൻ്റെ വിചാരപ്രകാരം ലൈലത്തുൽ ഖദറുമായിരുന്നു. അഥവാ റമളാൻ 27 രാവാണ്. ആ കുട്ടിയുടെ വിശ്വാസപ്രകാരം, മനസ്സിലാക്കിയത് പ്രകാരം ഇന്ന് ലൈലത്തുൽ ഖദറിൻ്റെ രാവിൻ്റെ അവസാനമാണ്. അവസാനത്തെ 10 അല്ലേ, റമളാനല്ലേ. ഫഹീന സമിഅ സൗത ഖതഅൽ ഖിറാഅത യുൻസിതു ഇലൈഹി. അങ്ങനെ ആ ശബ്ദം കേട്ടപ്പോൾ അവൻ ഓത്ത് നിർത്തി. ആ തീയിൽ അതിലേക്ക് ശ്രദ്ധ തിരിച്ചു, ആ കരച്ചിലേക്ക് ശ്രദ്ധ തിരിച്ചു. വസാദ ഖലഖുഹു ഹീന അയ്ഖന അന്നഹു മിൻ അദാബിൽ ഖബർ. അത് ഖബറിൽ ശിക്ഷയിൽ നിന്നുള്ളതാണെന്ന് അറിവായപ്പോൾ, ഉറപ്പായപ്പോൾ അവൻ്റെ ആശങ്ക വർദ്ധിച്ചു. ഖബറിസ്ഥാനെന്ന് കറിയുമ്പോൾ 2 രൂപത്തിലാകാം. ഒന്ന്, ഏതോ ഒരാൾ ആരും അവിടെ കൊണ്ടുപോയി കയ്യും കാലും ബന്ധിച്ച് ആ ഖബർ കാട്ട് കൊണ്ടുപോയിട്ടുണ്ടോ, ആ ഖബറിൻ്റെ കാട്ടുനിന്ന് അയാൾ കരയായിരിക്കാം. അതാണ് ബാഹ്യമായിട്ട്. ആന്തരികമായിട്ട് ഖബറിൻ്റെ ഉള്ളിലുള്ള ശിക്ഷ കാരണം ഖബറാളി കരയുക. പുറത്താരും കാണാനില്ല, വിശാലമായ ഖബറിസ്ഥാൻ, ആരുമില്ല. പിന്നെ ഈ ഖബറും തന്നെയാണ്. അപ്പം അത്ഭുതം തന്നെയല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ ഓട്ടോളൂ അല്ലേ. ആ കുട്ടി ധൈര്യമുള്ള കുട്ടിയായിരുന്നു, കഷ്ടപ്പെട്ട് ജീവിച്ച കുട്ടിയാണ്, പേടുന്നില്ല കാര്യത്തിൽ. പ്രഭാതം അടുക്കാറായപ്പോൾ ആ ശബ്ദം അവൻ്റെ കേൾവിയിൽ നിന്ന് അപ്രത്യക്ഷമായി. കുട്ടി അവിടെ നിന്ന് ഖുർആൻ ഓതി. ഉപ്പാൻ്റെ ഖബറിനെ ഖുർആൻ ഓതാൻ വന്നതല്ലേ. ഓൻ അവിടെ നിന്ന് ഖുർആൻ ഓതി. പക്ഷേ കരച്ചിൽ അങ്ങനെ തുടർന്നു. നേരം വെളുക്കാനായപ്പോൾ, അഥവാ അങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ ആ ശബ്ദം നിലച്ചു. കുട്ടിക്ക് കേൾക്കാതായി. അല്ലാണ്ട് ഖബറിലെ ശിക്ഷ ഒന്നല്ല, കുട്ടിക്ക് കേൾക്കാതെയായി. മറ ബിഹി ഇൻസാൻ
ഫസഅലഹു അൻ സ്വാഹിബി ഹാദൽ ഖബർ. ഒരാൾ അവൻ്റെ അടുത്തിലൂടെ നടന്നു പോയപ്പോൾ ഈ ഖബറിൻ്റെ ഉടമസ്ഥനെ കുറിച്ച് അവൻ അയാളോട് ചോദിച്ചു. ഒരാൾ ഇങ്ങനെ പോണ്ട് കൂടി ഖബർസ്ഥാനിൽ കൂടി, കാക്ക ഇവിടെ വരി. എന്താ ഞാൻ, ഇത് ആരെ ഖബറാണ്? فإذا هو رجل كان يلازم المسجد والصلوات والخمس والصمت عن الكلام. അപ്പോൾ അത് പള്ളിയും നിസ്കാരങ്ങളും പതിവാക്കുകയും സംസാരത്തിൽ മൗനം പാലിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കള്ളുകൂടി എൻ്റെ ഖബറല്ല, പരസ്യമായി പാപം ചെയ്യുന്ന ആളെ ഖബറല്ല. പള്ളിയിൽ ഉണ്ടാകാറുണ്ട്, സംസാരം കുറവാണ്, നിസ്കാരമൊക്കെ ജമാഅത്തിനൊക്കെ പങ്കെടുക്കുന്ന ഒരാളുടെ ഖബറാണെന്ന് ആ കാക്ക പറഞ്ഞു. ഫദഹിഷൽ വലതു മിൻ അദാബി റജുലിൻ ഉരിഫ ബിൽ ഖൈർ. അപ്പോൾ നന്മ കൊണ്ട് അറിയപ്പെട്ട ഒരു വ്യക്തിക്ക് ശിക്ഷ ലഭിക്കുന്നത് കണ്ട് ആ കുട്ടി അത്ഭുതപ്പെട്ടു. കാരണം എന്തുകൊണ്ട് മക്കളെ? ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ പോലും ഖബറിൽ ശിക്ഷ ലഭിക്കുന്ന ഒരാളുണ്ടോ എന്നറിഞ്ഞപ്പോൾ കുട്ടിക്ക് വല്ലാത്ത ബേജാറായി. അയാളാണെങ്കിലോ നല്ല മനുഷ്യനാ, കാഴ്ചയിലൊക്കെ നല്ല കാഴ്ചയിലൊക്കെ നല്ല ആളുതാനുമാണ്. ഫജഅല യസ്അലു അൻഹു അല്ലദീന യത്വലിഊന അലാ ഹഖീഖത്തി അഹ്വാലിഹി. തുടർന്ന് അയാളുടെ യഥാർത്ഥ അവസ്ഥകളെ കുറിച്ചറിഞ്ഞ് വിവരമുള്ളവരോട് അവൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. യഥാർത്ഥ അവസ്ഥകളെ കുറിച്ച് വിവരമുള്ള ആളുകളോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ആളെ തിരിഞ്ഞല്ലോ. ഇയാളുമായിട്ട് ബന്ധമുള്ള ആളുകൾ അങ്ങനെ അന്വേഷിച്ച് നടന്നു. ഈ കുട്ടി അങ്ങനെ നടന്നിട്ട് കാര്യം അന്വേഷിച്ചു. ഫഅഖ്ബറുഹു അന്നഹു കാന യഅകുലു റിബാ. ചോദിച്ചവരെല്ലാം അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും പറഞ്ഞു അദ്ദേഹം പലിശ തിന്നുന്ന ആളായിരുന്നു. ആഖിരി രൂപ, പലിശ തിന്നുന്ന ആളായിരുന്നു. പലിശ മക്കളെ, പലിശ വൻകുറ്റങ്ങളിൽ പെട്ടതാണ്. പലിശ വാങ്ങരുതേ, പലിശ കൊടുക്കരുതേ. അല്ലാഹു ദുനിയാവിൽ നമ്മളെ പരീക്ഷിക്കും, ശരിയാണ്, റബ്ബിൻ്റെ അടിമകളാണ് നമ്മൾ. പക്ഷേ പരീക്ഷണങ്ങളിൽ റബ്ബ് വിലക്കിയ കാര്യം ചെയ്യരുതേ. പെരുന്നാൾക്ക് ഡ്രസ്സ് ഉണ്ടായാലൊക്കെ തീർത്ത് കുടുംബത്തിലിരുത്ത് നമ്മളപ്പാ കുറച്ച് കഷ്ടപ്പാടാ. ഇമ്മി നമ്മളും കൂടി പലിശക്ക് പണം വാങ്ങും. ആരേക്ക് എന്തെങ്കിലും പലിശക്ക് പണം വാങ്ങാം. പലിശക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ നമ്മുടെ നാട്ടിൽ പലിശ അടക്കുന്നുണ്ട്. ഒന്ന്, ചില വീടുകളിലൂടെ അങ്ങനെ വരും, പൈസ ആണോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഒരു 1000 ഉറുപ്പ്യ തരും. ഇന്ന് നന്നാ അടുത്ത മാസം കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ 1200 ഉറുപ്പ്യ കൊടുക്കണം. 10,000 തരും. 10,100 10,200 കൊടുത്തു അടുത്ത മാസം കൊടുക്കണം. കുഴപ്പമില്ല, 1000 തരി, 10,000 തരി. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഞങ്ങൾ 11,000 ഉറുപ്പ്യ തരണ്ടേ. ഇത് പലിശ വാങ്ങലാണ്, അയാൾ കൊടുത്തതാണ്. മറ്റൊന്ന്, സാമ്പത്തികമായി ചെറിയ പ്രയാസം വരുമ്പോൾ ധരിക്കുന്ന ആഭരണം അല്ലെങ്കിൽ പാത്ത് വെച്ച ആഭരണം എടുത്ത് തൊട്ടടുത്ത ബാങ്കിലോ മറ്റോ കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് ഒരു തൂക്കി പിടിച്ചിട്ട് അത് എത്ര ഉറുപ്പ്യ കിട്ടും? 50,000 ഉറുപ്പ്യ കിട്ടും. എന്നൊരു 50,000 എടുത്ത് തരി. ഒരു പേപ്പറൊക്കെ റെഡിയാക്കി പൈസ കൊടുക്കും. ആ സ്വർണ്ണകളായി വെക്കും. ഇങ്ങോട്ടോ അതിൽ എത്ര ശതമാനം പലിശ എന്നുണ്ടാവും. അത് മാസത്തിലോ 3 മാസം കൂടുമ്പോൾ അതിങ്ങനെ അക്കൗണ്ടിൽ ഇങ്ങനെ വരും. അതിങ്ങനെ കൊടുക്കുക. നമ്മൾ പൈസ ഡ്രസ്സും വാങ്ങി, അടിച്ചു പൊളിച്ച് കല്യാണം നടത്തി, മുഴച്ചിട് നടത്തി, പലിശ വാങ്ങി. അല്ലാഹു വൻകുറ്റമാണ്. ഖബറിൽ ശിക്ഷ കിട്ടുന്ന വൻകുറ്റങ്ങളിൽ പെട്ടതാണ്. പേടിച്ചോ, അള്ളാഹുവിനെ പേടിച്ചോ. പരീക്ഷണങ്ങൾ അല്ലാഹു തരും കേട്ടോ. ഈ കുട്ടിയെക്കുറിച്ച് പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ പേടിച്ച കുട്ടിയല്ല, അനുഭവിച്ച കുട്ടി. അതാ എന്താണ് പറഞ്ഞത്? ഫഇന്നഹു കാന താജിറൻ ഫലമ്മാ കബിറ അമല ബിർരിബാ ഹത്താ വഖഅ ഫീ ഹാദൽ അദാബിൽ അലീം ഹത്താ ഫീ റമളാൻ ഹത്താ ഫീ ലൈലത്തുൽ ഖദ്ർ. കാരണം അയാൾ ഒരു വ്യാപാരിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. പ്രായമായപ്പോൾ പലിശ ഇടപാടുകൾ നടത്താൻ തുടങ്ങി. ഈ ജോലിക്ക് പോകാൻ പറ്റുക, കച്ചവടം ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ പൈസ പലിശ കൊടുക്കാൻ തുടങ്ങി. ഒടുവിൽ റമളാനിലും ലൈലത്തുൽ ഖദ്റിൽ പോലും ഈ വേദന നിർഭരമായ
ശിക്ഷയിൽ അയാൾ അകപ്പെടുന്നത് വരെ. അഥവാ അതുകൊണ്ട് എന്തേ കിട്ടിയത്? ദുനിയാവിൽ കഷ്ടപ്പാടില്ലാണ്ട് മാന്യനായി ജീവിച്ചു. പക്ഷേ ഖബറിൽ ശിക്ഷയാൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, പള്ളിയിൽ ഇഅ്തികാഫിരുന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ വരുമാനം പലിശയായി പോയി. ചെയ്യല്ല മുഅ്മിനെ, പലിശയുമായി ബന്ധപ്പെടല്ല. അതെതിരി من هذا الولد الصالح الذي أكرمه الله تعالى باطلاعه على شيء من عالم الغيب. അദൃശ്യകാര്യങ്ങളിൽ നിന്നുള്ള ചിലത് കാണിച്ചു കൊടുത്ത് അല്ലാഹു തആല ആദരിച്ച ഈ സ്വാലിഹായ കുട്ടി ആരാണെന്ന് നിനക്കറിയുമോ? നമ്മൾ ഖബർസ്ഥാനിൽ കൂടി പോവലില്ലേ? നമ്മൾ ഇങ്ങനത്തെ ശബ്ദങ്ങൾ കേൾക്കലുണ്ടോ? ഖബറിലെ ശിക്ഷ കാണലുണ്ടോ? കാണൂല ഉസ്താദേ. എന്തേ കാരണോ? ഖബർ ശിക്ഷ എന്നത് ഒരു മറഞ്ഞ കാര്യം, അദൃശ്യമായ കാര്യമാണ്. അത് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തെങ്കിലേ കഴിയൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലില്ലേ ഇങ്ങനെ പോകുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ 2 ഖബറാളികൾ ശിക്ഷിക്കപ്പെടുകയാണ്. രണ്ടാളും വലിയ വിഷയത്തിലൊന്നല്ല ശിക്ഷിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ കുറ്റം അല്ലാഹുവിൻ്റെ അടുത്ത് വലുതാണ്, നിങ്ങളുടെ അടുത്ത് അത്ര വലുതൊന്നുമല്ല. എന്താണ്? ഒരാളെ പണി ഏശനിയിരുന്നു, ഒരാളെ പണിയോ ഒന്ന് മൂത്രമൊഴിച്ച ഇസ്തിബ്ര ചെയ്യൂല, മൂത്രമൊഴിക്കുക എണീറ്റ് ഓടുക, ഒന്ന് എന്നൊക്കെ ഒന്ന് പറഞ്ഞ് 2 അടിയൊക്കെ ഒന്ന് നടന്ന് തൻ്റെ ആ മൂത്രം പുറപ്പെട്ട സ്ഥലത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടും മുമ്പ് അതൊക്കെ കുടഞ്ഞ് നീച്ചു പോകുന്ന ആളായിരുന്നു. ഖബർ ശിക്ഷ ഉണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ. അപ്പോൾ അത് അദൃശ്യമായ കാര്യമാണ്. അങ്ങനെ അദൃശ്യമായ കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്താൽ അറിയാൻ കഴിയുന്ന ചിലരുണ്ട്. അതിൽപ്പെട്ട ഈ കുട്ടിയാണ് ഈ കുട്ടി കേട്ടോ. ആരാണ് ഈ കുട്ടി? ഹുവല്ലദി ഇഷ്തഹറ ഫീമാ ബഅദു ബിൽ ആലിമിൽ അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ്. പിൽക്കാലത്ത് അൽ ആലിമുൽ അല്ലാമ ശിഹാബുദ്ദീൻ അഹ്മദ് എന്ന പേരിൽ പ്രശസ്തനായ ആളാണ് അദ്ദേഹം. ഇബ്നു ഹജറിനിൽ ഹൈതമി അൽ മക്കി ഉൽദി മഹല്ലത്തി അബിൽ ഹൈതം ബിമിസ്റ സനത്ത് 909. ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു മക്കി ഹിജ്റ 909 ഈജിപ്തിലെ ഹൈതമിൽ ജനിച്ചു. കേൾക്കണേ നിങ്ങൾ. ഫമാതാബൂഹു വഹുവ സഗീർ. ആ കുട്ടി ജനിച്ചു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഉപ്പ മരണപ്പെട്ടു. അല്ലാഹ് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഉമ്മ ഇല്ലാത്തൊരു ജീവിതം, ഉപ്പ ഇല്ലാത്തൊരു ജീവിതം അനുഭവിക്കുമ്പോഴേ മനസ്സിലാകൂ. ഞങ്ങളെ മരണപ്പെട്ട ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അവരെ ഖബർ വിശാലാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, എൻ്റെ ഉപ്പ ഖബറിലാണ്, ഇതിൻ്റെ മിസ്ലു സവാബ് ഉപ്പൻ്റെ ഖബറിലേക്ക് എത്തിച്ചു. ഉപ്പൻ്റെ ഖബർ വിശാലാക്കണേ അല്ലാഹ്, സ്വർഗാക്കണേ അല്ലാഹ്. ആ കുട്ടിൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. വഖദ് ഹഫിളൽ ഖുർആൻ. ഉപ്പ ഇല്ലെങ്കിലും കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കി. ഉമ്മമാരെ ശ്രദ്ധിക്കണം നിങ്ങൾ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരും. പക്ഷേ നമ്മുടെ മക്കളുടെ ഭാവി നമ്മളെ കൈകളിലാണ്. മക്കളെ ഇട്ടേക്കരുത് കേട്ടോ. മക്കളെ പരീക്ഷിക്കരുത് കേട്ടോ. നിങ്ങളുടെ സുഖത്തിന് വേണ്ടി മക്കളുടെ ഭാവി നഷ്ടപ്പെടുത്തി കളയരുത്. ആ ഉമ്മ കണ്ടോ, തൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ തൻ്റെ മകനെ പഠിപ്പിച്ചു, ഖുർആൻ ഹഫിളാക്കി. ثم طفق يترقى معارج العلوم حتى أجازه مشايخه بالإفتاء والتدريس وعمره دون 20. പിന്നീട് അറിവിൻ്റെ പദവികൾ കയറാൻ തുടങ്ങിയ അദ്ദേഹം 20 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഫത്വ നൽകാനും അധ്യാപനം നടത്താനും ഗുരുനാഥന്മാർ അനുമതി നൽകുന്ന
തലത്തോളം എത്തി, 20 വയസ്സായിട്ടില്ല. അപ്പോൾ വലിയ ക്ലാസ് എടുക്കുന്ന ഉസ്താദായി മാറി. ആളുകൾക്കുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നവരായി. ഉസ്താദ്മാര് അംഗീകാരം കൊടുത്ത വലിയ കുട്ടിയായി മാറിയ കുട്ടിയാണ് ഈ കുട്ടി. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഉപ്പന്റെ ഖബറിന്റെ ചാരത്തുള്ള ഖബറിൽ നിന്ന് ഖബറിന്റെ ശിക്ഷ അനുഭവിച്ച കേട്ട അറിഞ്ഞ ഈ കുട്ടിയായിരുന്നു. ദറസ ഫിൽ ജാമിഉൽ അസ്ഹർ സനവാതിൻ വഹജ്ജ ഹിജജാ. അൽ അസ്ഹർ സർവകലാശാലയിൽ നിന്ന് വർഷങ്ങളോളം പഠിക്കുകയും പലതവണ ഹജ്ജ് ചെയ്യുകയും ചെയ്തു. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ കുറേ കാലം പഠിച്ചിരിക്കണ്, കുറേ ഹജ്ജും ചെയ്തു. വലിയ കുട്ടിയാണ് ആ കുട്ടി. وسكن مكة في أواخر عمره يؤلف ويفتي ويدرس فانتشر صيته في الآفاق. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മക്കയിൽ താമസിച്ചു. ഗ്രന്ഥരചന നടത്തുകയും ഫത്വ നൽകുകയും അധ്യാപനം നടത്തുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ലോകമെമ്പാടും പടർന്നു. നമ്മളെ നാട്ടിൽക്കും വന്നിട്ട് മലപ്പുറത്തേക്ക് പൊന്നാനിക്ക് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു കേട്ടോ. വഖസദഹുൽ ഉലമാഉ മിൻ ശത്തൽ ബിലാദ്. വിവിധ നാടുകളിൽ നിന്നുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തെ ലക്ഷ്യമാക്കി എത്തി മക്കയിലെത്തി. വഅശ സൈഫൻ ഖാതിഅ അലാ കുല്ലി ഫാസിഖിൻ വമുബ്തദിഅ. പഠിക്കണം നിങ്ങൾ, ഓരോ അധർമ്മകാരിക്കും ബിദ്അത്തുകാരനും അഥവാ പുതിയ ആചാരങ്ങൾ നിർമ്മിക്കുന്നവനും എതിരെ മൂർച്ചയേറിയ വാളായി അദ്ദേഹം ജീവിച്ചു. ആര് എന്ത് തമാളിത്തരം പറഞ്ഞ് എതിർക്കും അദ്ദേഹം. പുത്തനാശയമാര് കടത്തി കൂട്ടിയാൽ അവനെ കൈയോടെ പിടികൂടും. അതിനെതിരെ തോരാതെ സംസാരിക്കും, എഴുതുകയും ചെയ്ത ഒരു സൈഫുൻ ഖാതിയായിരുന്നു. വസന്നഫ കുതുബൻ കസീറത്തൻ ഷഹീറ. പ്രശസ്തമായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. വകിതാബുഹു തുഹ്ഫത്തുൽ മുഹ്താജ് ബിശറഹിൽ മിൻഹാജ് ഉജൂബത്തുൻ മിനൽ അജീബ്. അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മുഹ്താജ് ബിശറഹിൽ മിൻഹാജ് എന്ന ഗ്രന്ഥം അത്ഭുതങ്ങൾ ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ട്? കല്ലമാ തൂജദു മസ്അലത്തുൻ ലം തുദ്കർ ഫീഹാ സ്വറാഹത്തൻ ഔ ഇശാറത്തൻ മഅ കൗനിഹാ ഫീ ഗായത്തിൽ ഇഖ്തിസാർ. അളവറ്റ ചുരുക്കരൂപത്തിലായിട്ടും അതിൽ വ്യക്തമായോ സൂചനയായോ പരാമർശിക്കപ്പെടാത്ത ഒരു വിഷയവും കണ്ടെത്തുക അപൂർവമാണ്. തുഹ്ഫയിലെല്ലാം ഉണ്ട്. ഒന്നെങ്കിൽ പരസ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ രഹസ്യമായിട്ടുണ്ട്, അവ്യക്തമായിട്ടുണ്ട്, സൂചിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. وقد علئ بها الفقهاء الشافعية شرقا وغربا في العمل والحكم والإفتاء. കിഴക്കും പടിഞ്ഞാറുമുള്ള ഷാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കർമ്മത്തിലും വിധി പ്രസ്താവനയിലും ഫത്വ നൽകുന്നതിലും ആ ഗ്രന്ഥത്തിൽ അതീവ ശ്രദ്ധയും താൽപര്യവും കാണിച്ചു. വിധി പറയാൻ, ജഡ്ജ്മെന്റ് നടത്താൻ തുഹ്ഫ അവലംബിക്കും. ഫത്വ കൊടുക്കാൻ, പ്രശ്നപരിഹാരത്തിന് തുഹ്ഫ അവലംബിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയായി വഖദ് കട്ടമക്കളെ വഖദ് ബുതലാഹുല്ലാഹു തആല ബിൽ ഫഖ്രി വൽ ജുഇ വകസറത്തിൽ ഹിസാദി ലകിന്നഹു സബറ ലില്ലാഹി തആല സബറൻ ജമീലാ. അല്ലാഹു തആല അദ്ദേഹത്തെ ദാരിദ്ര്യം, പട്ടിണി, അസൂയാലുക്കളുടെ ആധിക്യം എന്നിവയാൽ പരീക്ഷിച്ചു. എങ്കിലും അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി നല്ല ഭംഗിയുള്ള ക്ഷമ കൈകൊണ്ടു. ദാരിദ്ര്യത്തിൻ്റെ ഉടമയായിരുന്നു, വലിയ പൈസക്കാരനായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്, നല്ല വിശപ്പ് സഹിച്ച ആളാണ് അദ്ദേഹം. അള്ളാഹ് നമുക്ക് വിശപ്പറിയാം മക്കളെ, ഞാൻ പറയണില്ല. വിശപ്പറിയാം നമുക്ക്. എന്താ വിശപ്പ് പറഞ്ഞാൽ അറിയോ? വിശന്നവരുണ്ട് കേട്ടോ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഇന്ത്യ സമൂഹം. വിശപ്പറിയുമോ? അല്ലാഹു അഅലം. വിശപ്പറിഞ്ഞവർ ഇന്നും ലോകത്തുണ്ട് കേട്ടോ. ഭക്ഷണത്തിന് പകരം മാതാപിതാക്കൾ മണ്ണ് കലക്കി കൊടുക്കുന്ന മക്കൾ ജീവിക്കുന്ന ലോകത്താണ് നമ്മൾ ബിരിയാണിയും ഖുബൂസും
അതുപോലെ ചപ്പാത്തി, നെയ്ച്ചോറും പൊറാട്ടയും ഒക്കെ വേസ്റ്റ് കൊട്ടുകളിലേക്ക് എറിയുന്നത് അള്ളയുണ്ട്, അല്ല കാണുന്നുണ്ട്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശപ്പ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളായിരുന്നു. അസൂയാലുക്കളുണ്ടായിരുന്നു, പക്ഷേ പ്രശ്നമാക്കിയില്ല. എൻ്റെ സൃഷ്ടാവിൻ്റെ അടിമയായ എന്നെ അവൻ എന്തും ചെയ്യാൻ അധികാരമുണ്ട് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആരോടും ആവലാതി പറഞ്ഞില്ല. പക്ഷേ വകഫാഹുല്ലാഹു തആല ശർറുൽ ഹസീദീൻ, അല്ലാഹു തആല ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. ഇങ്ങനെ കഷ്ടപ്പെട്ടങ്ങ് ജീവിച്ചപ്പോൾ അല്ലാഹു തആല അസൂയാലുക്കള തിന്മയിൽ നിന്ന് അദ്ദേഹത്തെ കാവലേകുകയും സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുകയും ചെയ്തു. വതൂഫിയ സനത 974 വഉംറുഹു 65 സന. 1974 65 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. റഹിമഹുല്ലാഹു തആല വറഹിമനാ ബിബറക്കത്തിഹി ആമീൻ. അല്ലാഹു തആല അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്കും കരുണ ചെയ്യട്ടെ. ആമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ്, നീ തന്നൊരവസരമാണല്ലോ, നീ ഖബൂലാക്കണേ അല്ലാഹ്. നാളെ ഞങ്ങൾ ഉറങ്ങുന്ന ഖബറുണ്ട്, ആ ഖബറിൽ ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി തരണേ അല്ലാഹ്, നല്ല ഓർമ്മശക്തി തരണേ അല്ലാഹ്. ആഖിറുസ്സമാനാണ്, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഫിത്നകളിലും ഫസാദുകളിലും ബിദ്അത്തിലും അകപ്പെടുത്തല്ല റബ്ബേ. നിങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. സർവ്വപാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് മശായിഖ്മാർക്ക് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ്. അല്ലാഹ്, മരണപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, രക്തബന്ധം, കെട്ടുബന്ധം, കൂടെ പഠിച്ചവർ, ഉസ്താദുമാർ, മശായിഖ്മാർ, അയൽവാസികൾ, നാട്ടുകാർ, അവർക്കൊക്കെ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാം ഖബറിന്റെ 2 ഭാഗവും കണ്ണെത്താ ദൂരം വിശാലാക്കി കൊടുക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പമാർക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉപ്പ ഉസ്താദുമാരെ തണൽ ഒരുപാട് കാലം നീട്ടിത്തരണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. السلام عليكم.